ചെയ്തത് മുഴുവൻ CPM-കാരാണ്. CPM എന്തൊരു വൃത്തികെട്ട ഹീനമായ ഗൂഢാലോചനയാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് നടത്തിയത് എന്ന് വെളിവാക്കുന്ന കാര്യമാണ്. ഇത് പരസ്യമായി ക്ഷമാപണം നടത്തണം. ഇത് ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. പോലീസ് റിപ്പോർട്ട് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. ഏഴു വയസ്സുകാരന്റെ ജീവിതം ദുസ്സഹമാക്കിയ ആശുപത്രിയുടെ അനാസ്ഥ. കട്ടിലിൽ ഉപേക്ഷിച്ച കുത്തിവെപ്പിനുപയോഗിച്ച സൂചി കുട്ടിയുടെ ശരീരത്തിൽ തുളച്ചു കയറി. തുടർച്ചയായി HIV TB ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ജീവനക്കാരുടെ അനാസ്ഥ. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രി. മേളൊരു റെക്സിൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെഡിന്റെ റെക്സിൻ ഷീറ്റിന്റെ ഇടയ്ക്കായിരുന്നു ഈ സൂചി ഇരുന്നത്. കാണാൻ പറ്റത്തില്ല. കുട്ടി കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ എന്തോ കുത്തിയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് റെക്സിൻ ഷീറ്റ് മാറ്റി നോക്കുമ്പോഴാണ് സിറിഞ്ച് സൂചിയായിട്ട് ഇങ്ങനെ മേളിലോട്ടിരിക്കുന്നത്. മലപ്പുറത്ത് +1-ന് 7000-ലേറെ സീറ്റുകൾ ഒഴിവുണ്ടെന്ന പ്രചാരണത്തിനെതിരെ മുസ്ലിം ലീഗ്. അൺഎയ്ഡഡ് സീറ്റുകളാണ് ബാക്കിയുള്ളതെന്ന് ലീഗിന്റെ വിശദീകരണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ തുടരേണ്ടി വരും. CBIയുടെ അറസ്റ്റിനെതിരായ ഹർജിയിൽ ഇടക്കാല ജാമ്യമില്ല. CBIക്ക് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. തൃശൂർ പൂരത്തിൽ കഴിഞ്ഞ തവണത്തെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ലെന്ന് സുരേഷ് ഗോപി. തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തും. പൂരം നടത്തിപ്പിന് പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി. വിദേശത്ത് നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിയെ തിരുവനന്തപുരം നഗരത്തിൽ തട്ടിക്കൊണ്ടുപോയി. വിമാനമിറങ്ങിയ ശേഷം ഓട്ടോയിൽ കയറിപ്പോയ ആളെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതിപ്പെട്ടത് ഓട്ടോ ഡ്രൈവർ. 2 കാറുകളിലായി 8 അംഗ സംഘം ആക്രമിച്ചെന്ന് പരാതി. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നേവിയുടെ സംഘവും മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേയുമാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് തെരച്ചിൽ തുടങ്ങിയത്. 10 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് 8 തവണയെങ്കിലും ഈശ്വർ മാൽപേ മുങ്ങിത്തപ്പുകയുണ്ടായി. അതിൽ ഓരോ ഡൈവും 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ നേവിയുടെ 2 മുങ്ങൽ വിദഗ്ധരും തുടർച്ചയായിട്ട് ഗംഗാവലി പുഴയിൽ മുങ്ങിത്തപ്പുകയുണ്ടായി. പക്ഷേ ചില ലോഹഭാഗങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്ന് കണ്ടെത്തിയ ലോറിയുടെ ഭാഗം അത് ഒരു സ്ക്രൂ ആയിരുന്നു. അത് ലോറിയുടേതല്ലെന്ന്, തൻ്റെ ലോറിയുടേതല്ല, അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്നാണ് ലോറിയുടെ ഉടമയായ മനാഫ് പറഞ്ഞത്. ഇന്നലെ ഒരു ജാക്കി കണ്ടെത്തിയിരുന്നു. ഇത് പക്ഷേ അർജുൻ ഓടിച്ച ലോറിയുടെ ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ ഐബോർഡ് പരിശോധനയിലും കണ്ടെത്തിയ 2ഉം 3ഉം സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള 2 സംഘങ്ങളാണ് ഉള്ളത്. ഒന്ന് നേവിയുടെ സംഘം. നേവിയുടെ ബോട്ടുകളിൽ 2 മുങ്ങൽ വിദഗ്ധരാണ് ഉള്ളത്. ഇവർ മാറി മാറി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഈശ്വർ മൽപയും ഒരു കൂട്ടാളിയും ചേർന്ന് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. ഈശ്വർ മൽപെ പലതവണ ഗംഗാവലി പുഴയിൽ മുങ്ങുകയുണ്ടായി. പക്ഷേ ഇതുവരെ ലോറിയുടേതെന്ന് കരുതുന്ന മറ്റൊരു കാര്യവും കണ്ടെത്തിയിട്ടില്ല. ഒരേ ഇടം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നത്. തുടർച്ചയായിട്ട് മുങ്ങൽ നടത്തിയതിനു ശേഷം കരയ്ക്ക് കയറി വന്ന് കാർവാർ MLAയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട് ഈശ്വർ മൽപെ. ആദ്യം ലോറി ഉടമയായ മനാഫിന്റെ പ്രതികരണം കേൾക്കാം. എന്താണ് മനാഫ്, എന്താണ് ഇത്? മറ്റേ കണ്ടെയ്നറിന്റെ ലോക്കില്ലേ? കണ്ടെയ്നറിന്റെ ലോക്കാണ്. ട്രക്കിന്റെ ഭാഗമാണോ? ട്രക്കിന്റെ വണ്ടിയുടെ അല്ല. ഇന്ധനത്തിന്റെ അംശവും ചില ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗം കേന്ദ്രീകരിച്ചു ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. ഇന്ന് കണ്ടെത്തിയ ലോഹഭാഗമാണ് അല്പസമയം മുമ്പ് ലോറി ഉടമയായ മനാഫ് കാട്ടിയത്. അത് പക്ഷേ അർജുൻ ഓടിച്ച ലോറിയുടേത് അല്ല, കണ്ടെയ്നറിന്റെ ഭാഗമായിരുന്നു. അത് അർജുൻ ഓടിച്ച ലോറിയുടെ ഭാഗമല്ല എന്നാണ് മനാഫ് പറയുന്നത്. രാവിലെ ജില്ലാ കളക്ടറും SP യും സ്ഥലത്തെത്താത്തതിൽ ചില
വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു ഏകോപനം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വൈകിയാണെങ്കിലും ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തെരച്ചിൽ നടത്തുന്നതിന് ഏകോപനം ഇപ്പോൾ നിർവഹിക്കുന്നത് ജില്ലാ കളക്ടറാണ്. നേരത്തെ കാർവാർ MLA രാവിലെ മുതൽ തന്നെ, സതീഷ് സെയിൽ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. AKM അഷ്റഫ് MLAയും സ്ഥലത്തുണ്ട്. ലിൻഡോ ജോസഫും സ്ഥലത്തുണ്ട്. എന്തായാലും വീണ്ടും ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഈശ്വർ മൽപേ ഇപ്പോഴും മുങ്ങുകയാണ്. പലതവണ തുടർച്ചയായിട്ട് മുങ്ങൽ നടത്തുന്നുണ്ട്. 20 മിനിറ്റ് വരെ മുങ്ങിയിരുന്നു ഈശ്വർ മൽപേ. പക്ഷേ പുരോഗതിയുള്ള ഒരു കാര്യവും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ചേരുകയാണ്. ബൈജു, ഇപ്പോൾ നേവിയുടെ സംഘത്തേക്കാൾ കൂടുതൽ ഈശ്വർ മൽപേ ഗംഗാവലി പുഴയിൽ മുങ്ങുന്നുണ്ട്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പക്ഷേ ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുകയാണ്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. രാവിലെ ചെറിയ തോതിലുള്ള ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടാണ്, കടുത്ത ചൂടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി സമാനമായ കാലാവസ്ഥ എന്നാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പുഴയിലുള്ള തിരച്ചിൽ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ലോറി കണ്ടെത്താനാകും, ഇതിലൊരു സ്ഥിരീകരണം കണ്ടെത്താനാകും എന്ന ഒരു ആത്മവിശ്വാസം ഈശ്വർ മൽപയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം ഇന്നത്തെ ഉച്ച വരെയുള്ള തിരച്ചിൽ പൂർത്തിയാക്കി പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ സമയങ്ങളിൽ ഈ കടുത്ത വെയിലിൽ ഈ പുഴയുടെ അടിത്തൊട്ടൊക്കെ നന്നായി കാണാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ അനുകൂലമായ ഒരു സമയമായതുകൊണ്ട് തിരച്ചിൽ അത്രത്തോളം ഊർജിതമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നേവിയുടെ സംഘം കൂടി ഇന്ന് ഈ തെരച്ചിലിൽ ചേർന്നു എന്നതാണ്. നമുക്ക് ഇന്നലെ നേവി എത്തും എന്ന് അറിയിച്ചിരുന്നെങ്കിലും അവർക്ക് ഇന്നലെ വരാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് എത്തുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വൈകിയാണെങ്കിലും 11 മണിയോടുകൂടി നേവിയുടെ സംഘം 2 മുങ്ങൽ വിദഗ്ധന്മാരാണ് അവരെത്തിയിട്ടുള്ളത്. അവരും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം NDRFന്റെയും SDRFന്റെയും ഒക്കെ സംഘാംഗങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനമായും ഈ ഈശ്വർ മൽപ ഈ ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് സുരക്ഷാ വലയം തീർത്തുകൊണ്ടാണ് ഈ SDRF NDRFും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ആ കയറ് പൊട്ടി ഈശ്വർ മൽപ അവിടെ നിന്നും അത്തരത്തിൽ അപകടപ്പെടാൻ സാധ്യതയുണ്ടായ ഒരു സമയം. ആ സമയത്ത് നേവിയും NDRF ഒക്കെ കൂടിയാണ് സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് അവരുമുണ്ട്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോഴും ഇതുവരെ പ്രതീക്ഷക്കൊത്ത് നമുക്ക് എന്തെങ്കിലും പുതിയ വസ്തുക്കളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇന്നലെയാണ് ഏറ്റവും പ്രധാനമായ ഒരു ദിവസം. ഇന്നലെ വൈകിട്ട് നടത്തിയ ഈശ്വർ മൽപ നടത്തിയ ആ ഒരു തിരച്ചിലിൽ ലോറിയുടെ 3 വസ്തുക്കൾ 28 ദിവസത്തിന് ശേഷം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീസൽ, ഒരു ഇന്ധനത്തിന്റെ അംശം ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ രാവിലെ ഈശ്വർ മൽപ എത്തിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ സ്ഥലത്ത് ലോറി ഉണ്ടാകും എന്നൊരു നിഗമനത്തിൽ അവിടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പുതിയ വസ്തുക്കൾ ഒന്നും തന്നെ ഇപ്പോൾ ലോറിയുടേതായി കണ്ടെത്തിയിട്ടില്ല. അർജുന്റെ ലോറിയുടേതായി കണ്ടെത്തിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗം കിട്ടിയിരുന്നു. അത് നമ്മുടെ അർജുന്റെ ലോറിയുടേതല്ല എന്നൊരു സ്ഥിരീകരണം മനാഫ് ലോറി ഉടമ നൽകുന്ന സാഹചര്യം. ഇപ്പോഴും ആ മൺതിട്ടയുള്ള സ്ഥലത്ത് അതിന് പരിസരത്ത് തന്നെയാണോ ഇപ്പോഴും മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നത് ഈശ്വർ മൽപയും അതുപോലെ തന്നെ ആ നേവിയുടെ സംഘവും? 2 ഡിങ്കി ബോട്ടുകളിലായിട്ടാണല്ലോ ഇവർ അവിടെ ചുറ്റിത്തിരിയുന്നത്. ഇതിപ്പോൾ നേരത്തെ സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ നടത്തിയ ഐബോർഡ് പരിശോധനയിലും സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അതേ സ്ഥലത്ത് അതിൽ ആ മൺകൂനയ്ക്ക് സമീപം അവിടെയാണോ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ 2 സംഘവും? മഞ്ജുഷ, അതല്ല, അതിന് കുറച്ചുകൂടി മാറി ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഇന്ധനം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംശയം തീർക്കാനാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ, അതായത് 10 മണിക്കാണ് ഈ തിരച്ചിൽ ആരംഭിച്ചത്. ആ സമയം മുതൽ ഇപ്പോഴും അവിടെ തന്നെ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. നേവിയുടെ ഒരു സംഘം മഞ്ജുഷ് സൂചിപ്പിച്ച ആ ഭാഗങ്ങളിൽ, അതായത് മാർക്ക് 4 എന്ന് അടയാളപ്പെടുത്തിയ ആ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവരും ഇപ്പോൾ ഈ ഈശ്വർ മൽപ തിരച്ചിൽ നടത്തുന്ന ഭാഗത്തേക്ക് തന്നെ നീങ്ങിയിട്ടുണ്ട്. അവിടെ എന്താണ് ഇത്തരത്തിൽ പുഴയുടെ അടിയിൽ നിന്നും ഈ ഇന്ധനം വരുന്നത്, ഏത് സാഹചര്യത്തിലാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന് അത്രത്തോളം സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ മുങ്ങൽ വിദഗ്ധർ ആഴങ്ങളിലേക്ക് എത്തി പരിശോധന നടത്തുന്നത്. ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി എന്നത് സംബന്ധിച്ച് അവർ ഇനി പുറത്തേക്ക് കരയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ലഭിക്കൂ. അതിനായി നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെ പുതുതായി വിവരങ്ങൾ ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ. ഏതായാലും ഓരോ തവണയും ഈശ്വർ മൽപെ ഒരു 2-3 ഡൈവിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ കരയ്ക്ക് വന്ന്
കാർവാർ MLA സതീഷ് സെയിലുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ കിട്ടിയിട്ടില്ല എന്നാണോ ഇപ്പോഴും പറയാൻ കഴിയുന്നത്? മഞ്ജുഷ, അത് സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തോട് ആരാഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ജോലി ചെയ്യുകയാണ്, ഏതെങ്കിലും ചെറിയ ക്ലൂ കിട്ടിയാൽ അത് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കില്ല എന്നാണ്. വിശദമായ വിവരങ്ങൾ അല്പസമയം കഴിഞ്ഞ് ഈ തെരച്ചിലിന്റെ ഏതാണ്ട് ഉച്ചവരെയുള്ള തെരച്ചിൽ ഇപ്പോൾ അല്പസമയം നിർത്തിവെക്കും. ആ സമയം തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമായി അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങളും ഈ MLA-യുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. മാൽപ്പെ വന്ന് വീണ്ടും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ആ വിവരങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തൊക്കെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ അവർ പങ്കുവെക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും SP-യും കലക്ടറും ഒക്കെ വളരെ വൈകി 12 മണിയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം 8 മണിക്കായിരുന്നു ഈ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. അതിൽ ജില്ലാ കലക്ടർ ഇടപെട്ട് താൻ വന്നതിന് ശേഷം തെരച്ചിൽ നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശം മാൽപ്പയ്ക്ക് നൽകുകയായിരുന്നു. ഒടുവിൽ 10 മണിവരെ കാത്തിരുന്നിട്ടും കലക്ടർ വരാതിരുന്നതോടുകൂടി അദ്ദേഹം തെരച്ചിൽ തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ 12 മണിയോടുകൂടി കലക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്, SP ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ കാര്യത്തിൽ ഇപ്പോഴുള്ള തെരച്ചിൽ പുരോഗതിയൊക്കെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ തെരച്ചിലിന്. അതൊക്കെ മാറി 2 നോട്ട്സിലേക്ക് അടിയൊഴുക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം 6 or 7 മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ അത് 5 മൺകൂനയാണെങ്കിൽ ഇപ്പോൾ വളരെ കൂടുതൽ മണ്ണുകൾ അവിടെ കാണുന്നുണ്ട്. ഏതായാലും ഈ പുഴയുടെ അടിത്തട്ടിലുണ്ടായിരുന്ന മണ്ണുകളൊക്കെ കുറെ ഒഴുകി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് മാറിപ്പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനം കൂടി ഇവിടെ വിദഗ്ധർ ഇവിടുന്ന് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോറി കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. ഇനി എന്തെങ്കിലും സൂചന ഈ ലോറി സംബന്ധിച്ചോ ഇത് സംബന്ധിച്ചോ ലഭിച്ചിട്ടുണ്ടോ എന്നതെല്ലാം അറിയാനുണ്ട്. അത് അല്പസമയം കഴിഞ്ഞാൽ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ കൃത്യമായി ആധികാരികമായി സ്ഥിരീകരണം. മറ്റൊരു കാര്യം കൂടി, ഡ്രഡ്ജിങ്ങിന്റെ കാര്യം അവിടെ ചർച്ചയാകുന്നുണ്ടല്ലോ. ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം, പക്ഷെ അതിന് കൊണ്ടുവരുന്നതിനുള്ള സാങ്കേതികമായ തടസ്സം, അത് കേരളത്തിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കുവാനുള്ള ശ്രമമായിരുന്നുവല്ലോ. അതിന്റെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടോ? മഞ്ജുഷ, ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുവന്നാൽ വളരെ ഉപകാരമായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പെ ഉൾപ്പെടെ നമ്മളോട് രാവിലെ പങ്കുവച്ചത്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന മൺകൂനകൾ അവിടെ ആ ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ച് അത് ഇളക്കി മാറ്റി അവിടുന്ന് പരിശോധന നടത്താൻ വളരെ എളുപ്പമായിരിക്കും അത് ഇവിടെ എത്തിച്ചാൽ. പക്ഷേ ഇതുവരെ അത് എത്തിക്കുന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത് AKM അഷ്റഫ് MLA ഉൾപ്പെടെ ഇടപെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരുമായി ചർച്ച നടത്തി അത് ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് അറിയിച്ചത്. പക്ഷേ നിലവിൽ ഏത് സമയത്ത് എത്തും അല്ലെങ്കിൽ എപ്പോൾ എത്തും എന്നൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. എന്തായാലും അത് മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം കാർവാർ MLA ഇന്നലെ വളരെ ശുഭിതനായാണ് അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നത്. കേരളത്തോട് ആവശ്യപ്പെട്ടിട്ടും 24 മണിക്കൂറിനകം അതിവിടെ എത്തിക്കാമെന്ന് അറിയിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ എത്തിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. രോഷത്തോടു കൂടിയായിരുന്നു അദ്ദേഹം അത് ചോദിച്ചത്. വാടക നൽകാം, കർണാടക സർക്കാർ വാടക നൽകാമെന്ന് പറഞ്ഞിട്ടും അത് സഹകരിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊരു ആശയവിനിമയത്തിലെ ഒരു പ്രശ്നമല്ലേ? അത് കേരള അഗ്രികൾച്ചർ സർവകലാശാല ബുദ്ധിമുട്ടാണ് യന്ത്രം കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുള്ളതല്ലേ? അതിന്റെ ചില സാങ്കേതിക തടസ്സമുണ്ടല്ലോ. അപ്പോൾ കാർവാർ MLA ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ കേരളത്തിനെതിരെ വീണ്ടും അദ്ദേഹം ഇങ്ങനെ പ്രതികരണം നടത്തുന്നത്? അതില് AKM അഷ്റഫ് ഉൾപ്പെടെ ഇപ്പോഴും പറയുന്നത് ആ യന്ത്രം ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉത്തര കന്നഡ ജില്ലാ കലക്ടർക്ക് നൽകിയിട്ടില്ല എന്നാണ്. അതാണ് അദ്ദേഹത്തെ ശുഭിതനാക്കിയത്. ഈ കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയിക്കാൻ സാധിക്കും. എന്തായാലും കുറച്ച് വിവരങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. ഈശ്വർ മൽപ്പെ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മഞ്ജുഷ്, നമുക്ക് കുറച്ച് പ്രതികരണം ഇപ്പോൾ തേടേണ്ടതുണ്ട്. വളരെ പ്രാധാന്യമുള്ള ശരി ബൈജു പ്രതികരണം എടുക്കുക. എന്തായാലും ഇപ്പോഴും ഈശ്വർ മൽപ്പയുടെ സംഘവും നേവിയുടെ സംഘവുമാണ് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വർ മൽപ്പെ തുടർച്ചയായിട്ട് ഡൈവ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 10 തവണ ഈശ്വർ മൽപ്പെ ഗംഗാവലി പുഴയിൽ ഡൈവ് ചെയ്തു. അതിൽ ഒരു ഡൈവ് 20 മിനിറ്റോളം സമയം അദ്ദേഹം ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഊളിയിടുകയായിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നേവിയുടെ സംഘത്തിൽ 2 മുങ്ങൽ വിദഗ്ധരാണ് ഉള്ളത്. അവർ ഇടവിട്ടിടവിട്ടാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗംഗാവലി പുഴയിൽ. അവരും ഏകദേശം 20 മിനിറ്റോളം സമയം
സമയം ഒരു ഡൈവർ ഗംഗാവലി പുഴയിൽ മുങ്ങി തപ്പിയിരുന്നു. പിന്നെ 10 മിനിറ്റ്, 12 മിനിറ്റ്, 13 മിനിറ്റ് അങ്ങനെ പല ഇടവേളകളിലാണ് ഇത്തരത്തിലുള്ള ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഏകദേശം 100 അടി അകലെയുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈശ്വർ മൽപെ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്ത് ഇപ്പോൾ അദ്ദേഹം ഡൈവിംഗ് നടത്തിയിട്ടുണ്ട്. 2 മിനിറ്റ് മുൻപാണ് അദ്ദേഹം വീണ്ടും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയത്. ഇപ്പോഴും അദ്ദേഹം മുങ്ങിക്കിടക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം തന്റെ ഡൈവിംഗ് അവസാനിപ്പിക്കും. ഏതാണ്ട് 11ാമത്തെ തവണയാണ് ഗംഗാവലി പുഴയിൽ അദ്ദേഹം ഇന്ന് തന്നെ ഡൈവിംഗ് നടത്തുന്നത്. ആദ്യ ഡൈവിംഗ് 10 മണിക്ക് ശേഷമായിരുന്നു. ഇപ്പോൾ 11ാം തവണയാണ് ഗംഗാവലി പുഴയിൽ അദ്ദേഹം ഊളിയിടുന്നത്. ഇതിലെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് ಎಲ್ಲಿಗೆ ಗೋವಾಕ್ಕೆ ಮತ್ತೆ ಅದನ್ನು ಬರುವಾಗ ಹೇಳ್ಕೊಂಡು ಬರ್ತೇವೆ. ಮತ್ತೆ ಅದನ್ನ ನಾಳೆ ಅಥವಾ ನಾಡ್ದು, ನಾಳೆ ಆಗಸ್ಟ್ 15, ನಾಳೆ ಮೋಸ್ಟ್ಲಿ ಆಗುವುದಿಲ್ಲ, ನಾಡಿದ್ದು ಅದು ಪ್ರಯತ್ನ ಮಾಡ್ತೇವೆ. ಅದಕ್ಕೆ NOC ಎಲ್ಲ ಬೇಕಾಗ್ತದೆ ಗೋವಾ ಗವರ್ಮೆಂಟ್ನಿಂದ. ಆ NOC ಅನ್ನು ತಗೊಂಡು ನಾವು ಮಾಡ್ತೇವೆ. Current situation means, see, yesterday we have tried our level best, and today also that Ishwar has come. There was a confusion that some people from Kerala news media called me, why you are stopping Ishwar to do his work. It is not like that. Yesterday I was there and I bought 2 local boats, and without local boats or without NDRF, KDRF, whatever, state SDRF, nothing more than that. Today I spoke to your agriculture department in Kerala, Baba, what is the status of that particular machine, floating machine. Then he said, machine with 2 nautical miles, no problem, but operator is not well. He is having some disease problem and it has affected his liver also. That what Mr. Agriculture Department. You mean the dredging machine, right? Yeah, dredging. It is not a dredging. It is just scattering the way. What I want to see now, our person is trying, right? In front of you only you are looking. He is going even down below from the. കാർവാർ MLA സതീഷ് സെയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ ഇന്ന് നടക്കുന്ന മുങ്ങൽ പ്രവർത്തനത്തിന്റെ അപ്ഡേറ്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ കേരള അഗ്രികൾച്ചർ സർവകലാശാലയോട് ഡ്രെഡ്ജിംഗ് മെഷീന്റെ കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. 2 നോട്ട്സിൽ താഴെയാണ് ഒഴുക്ക് എങ്കിൽ കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളിന് സുഖമില്ലാത്തത് കാരണമുള്ള ഒരു സാങ്കേതികമായ തടസ്സം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് സതീഷ് സെയിൽ MLA മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഈ ഓപ്പറേഷന് നേതൃത്വം വഹിച്ചുകൊണ്ട് ഷിരൂരിൽ ഗംഗാവലി പുഴയ്ക്ക് സമീപം തന്നെയുണ്ട്. ഈശ്വർ മൽപെ ഇപ്പോഴും മുങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 11ാമത്തെ ഡൈവിംഗ് ആണ് ഈശ്വർ മൽപെ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ഏകദേശം 5 മിനിറ്റ് 34 സെക്കൻഡ് മുൻപാണ് അവസാനത്തെ മുങ്ങൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ഊളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാർവാർ MLA സതീഷ് സെയിൽ ഇന്നത്തെ അപ്ഡേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽ പുതിയതായിട്ട് ഒരു കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം. നാവികസേനയുടെ ഒരു ഡൈവിംഗ് കൂടി ഉണ്ടായിരുന്നു. ഒരു മുങ്ങൽ വിദഗ്ധൻ അല്പസമയം മുമ്പ് 10 മിനിറ്റ് സമയം മുങ്ങൽ നടത്തിയിരുന്നു. 5 ഡൈവുകളാണ് മുങ്ങൽ വിദഗ്ധർ നാവികസേനയുടെ 2 പേരും നടത്തിയത്. 5 ഡൈവുകൾ വീതം നടത്തിയിട്ടുണ്ട് നാവികസേനയുടെ 2 മുങ്ങൽ വിദഗ്ധരും. പക്ഷേ ഇതിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. നാവികസേനയുടെ മുങ്ങൽ നടക്കുന്നത് ഈശ്വർ മൽപെ മുങ്ങുന്ന ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി നീങ്ങിയാണ്. ഏകദേശം മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്ന അതിന് സമീപത്താണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കരയോട് അടുത്താണ് ഇപ്പോൾ ഈശ്വർ മൽപെ മുങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 പേരും കൂടി ഏകദേശം 20ഓളം ഡൈവിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈശ്വർ മൽപെ ആഴങ്ങളിൽ തന്നെയാണ്. 6 മിനിറ്റ് മുൻപാണ് അദ്ദേഹം മുങ്ങൽ നടത്തിയത്. അതിന്റെ ഫലം എന്താണെന്ന് അല്പസമയത്തിനകം കാത്തിരിക്കാം. ഇപ്പോഴും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലാണ്
ഈശ്വർ മൽപെ ഉള്ളത്. നാവികസേനയുടെ ഒരു ഡൈവർ കൂടി മുങ്ങൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇടവേളകളില്ലാതെ തന്നെയാണ് രണ്ട് സംഘങ്ങളും, നേവിയുടെ സംഘവും ഈശ്വർ മൽപയുടെ കൂടെ ഒരു സഹായി കൂടിയുണ്ട്. അദ്ദേഹവും ഇടയ്ക്ക് മുങ്ങൽ നടത്തിയിരുന്നു. പക്ഷേ അതിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ കിട്ടിയത് കണ്ടെയ്നറിന്റെ ഒരു സ്ക്രൂ മാത്രമാണ്, അത് ബന്ധിപ്പിക്കുന്നുള്ള ഒരു സ്ക്രൂ മാത്രമാണ്. പക്ഷേ അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ലെന്ന് ലോറി ഉടമയായ മനാഫ് പറഞ്ഞു. പക്ഷേ ഇന്നലെ കണ്ടെത്തിയ ജാക്കി അത് അർജുൻ ഓടിച്ച ലോറിയുടെ തന്നെ ആയിരുന്നു. ആ ഭാഗത്താണ് ഇന്ന് കൂടുതലും മുങ്ങൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈശ്വർ മൽപയുടെ മുങ്ങലും ആ ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെ തന്നെയാണ് ഈ ഇന്ധനത്തിന്റെ അംശവും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ഈ അർജുൻ ഓടിച്ച ലോറി ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ട് തന്നെയാണ്, ഇതേ സ്പോട്ട് തന്നെ നേരത്തെ സോണാർ പരിശോധനയിലും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഐ ബോർഡ് പരിശോധനയിലും കണ്ടെത്തിയതാണ്. അതിനാൽ തന്നെ അതേ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് 1, 2, 3, 4 സ്പോട്ടുകളാണ് ഉള്ളത്. അതിൽ 3ഉം 4ഉം സ്പോട്ടുകളിലാണ് കൂടുതലായിട്ട് 2 തെരച്ചിൽ സംഘങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. AKM അഷ്റഫ് MLA നേരത്തെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ തെരച്ചിൽ മുന്നോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെയാണ് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ ആരംഭിച്ചത്. അത് നമ്മുടെ ഇവിടുത്തെ MLA സതീഷ് സ്റ്റൈലിന്റെ പ്രത്യേക ഒരു ഡയറിങ്ങിന്റെ ഭാഗമായിട്ടാണ് തുടക്കം കുറിച്ചത്. അപ്പോഴും ജില്ലാ ഭരണകൂടം വലിയ രീതിയിൽ ഈ തെരച്ചിലിന് ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയും പരിഭവവും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നേവി ഉണ്ട്, അതോടൊപ്പം SDRF, NDRF, ഈശ്വർ മൽപയുടെ ടീം എല്ലാവരും ഒരു ടീമായി നമ്മുടെ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്നലെയും ഒരു റിസൾട്ട് ഉണ്ടായി. ഇന്ന് രാവിലെയും കുറച്ച് വെഹിക്കിൾസിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇന്നെന്തായാലും ഒരു നല്ല തെരച്ചിൽ ശക്തമായി ഈ നല്ല അന്തരീക്ഷത്തിൽ ഈ വെള്ളം 2.1 നോട്ട്സുള്ള സമയത്ത് നടത്തിയാൽ 100% ഭാരത് ബെൻസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. തീർച്ചയായും ഇപ്പൊ മനാഫ് ഉണ്ട്, ജിതിൻ ഉണ്ട്, ആ വണ്ടിയുടെ ഓണേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് പുഴയിൽ കുറെ ദിവസം ഇങ്ങേറ്റ് കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ അവരൊക്കെ ഡ്രൈവേഴ്സ് ആണെങ്കിലും ചില അങ്ങനെ പ്രധാനപ്പെട്ടെന്തെങ്കിലും ഒരു വാഹനത്തിന്റെ ഏതെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇത് ഭാരത് ബെൻസിനെ ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ തെരച്ചിൽ നന്നായിട്ട് നടത്തിയാൽ 100% നമുക്ക് ഒരു റിസൾട്ട് ഇന്നുണ്ടാക്കാൻ കഴിയും. ഈ ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നേരത്തെ തന്നെ മാൽപ്പെ 8:30 ഇത് തെരച്ചിൽ തുടരുമെന്ന് പറഞ്ഞത്. പക്ഷേ 10 മണിക്ക് അദ്ദേഹം പിന്നെ അനുമതിയൊന്നും കാത്തിൽക്കാതെ തെരച്ചിൽ നടത്തുന്ന സാഹചര്യമാണ്. ജില്ലാ കളക്ടർ ഇപ്പോൾ എത്തിയിരുന്നില്ല. എന്താണ് അങ്ങനെ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് അന്നുള്ള ഒരു സഹകരണക്കുറവ് കേരളത്തിലൊരു MLA എന്ന നിലയ്ക്ക് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെയും റിയാസ് മിനിസ്റ്ററുടെയും AK ശശീന്ദ്രൻ മിനിസ്റ്ററുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഗംഗാവലിപ്പുഴയിലെ തെരച്ചിലിന് ഡ്രെഡ്ജർ അത്യാവശ്യമാണെന്നാണ് ലോറി ഉടമ മനാഫും പറയുന്നത്. കേരളത്തിലെ നേതാക്കൾ അത് കണ്ടറിഞ്ഞ് എത്തിക്കണമെന്ന് മനാഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗംഗാവലി നദിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോട് ചേർന്നാണ് ലോറിയുടെ ജാക്കി കണ്ടെത്തിയത്. അതിനടുത്ത് തന്നെ ലോറിയും ഉണ്ടാകുമെന്നാണ് മനാഫിന്റെ പ്രതീക്ഷ. മനാഫിന്റെ വാക്കുകളിലേക്ക്. മാൽപ്പെ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ഇപ്പൊ 5-6 ദിവസമായിട്ട് മാൽപ്പെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഒഴുക്ക് കുറവുള്ളത്. പിന്നെ മുന്നേ മാൽപ്പെ പറഞ്ഞിരുന്നത് 0 വിസിബിലിറ്റി. ഇപ്പൊ അത് മാറി അടിയിൽ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആണല്ലോ ഒരു 1/4 മണിക്കൂറിന്റെ ഉള്ളിൽ 3 ഭാഗങ്ങൾ, അതും നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് പുറത്തേക്ക് എത്തിച്ചത്. ഇതെത്തിയോട് കൂടിയിട്ടൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പരിസരത്ത് തന്നെ എവിടോ നമ്മളെ ലോറി കിടക്കുന്നുണ്ട്. ആ ലോറിന്റെ ഭാഗങ്ങൾ തെരഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലോറിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ലോറിയിൽ എത്തിക്കഴിഞ്ഞാൽ അർജുന്റെ കാര്യം എങ്ങനെ എന്താന്നുള്ളത് അറിയാനും പറ്റുള്ളൂ. ഇന്നത്തെ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിൻ പറഞ്ഞത്. ലോറിയുടെ ജാക്കി കണ്ടെത്തിയത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്ന് ജിതിൻ പറയുന്നു. ജിതിന്റെ വാക്കുകളിലേക്ക്. ഈശ്വർ മാൽപ്പയുമായിട്ട് സമ്പാദിച്ചതിൽ പ്രകാരം അദ്ദേഹത്തിന് കോൺഫിഡന്റ് ഉണ്ട്. കാരണം ജലത്തിന്റെ അടിയിൽ നല്ല വിസിബിലിറ്റി അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. വണ്ടി ഇനി ചളിയിലാണെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന രീതിയിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആ മെഷീൻ ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ്. അതിൽ ഇനി എന്താണ് തുടർ നടപടികൾ അവർ തന്നെയാണ് അതിന് ഒരു ക്ലാരിറ്റി വരുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്നൊരു
റിപ്പോർട്ടാണ്. അത് ഞാൻ കണ്ടിരുന്ന റിപ്പോർട്ടിന്റെ കോപ്പി. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ തന്നെയാണ് അത് വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. കാരണം ഇത്രയും നാളത്തെ ഒരു തെരച്ചിലിന് വിരാമം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് നമുക്ക് ആ വാഹനത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ജാക്കി നമുക്ക് കിട്ടുക. അതൊരു നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഡ്രെഡ്ജർ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചില വിവാദങ്ങൾ കൂടിയുണ്ട്. ഡ്രെഡ്ജർ കൊണ്ടുവരാൻ കേരളം അനുമതി നൽകിയില്ല എന്നുള്ള കാര്യമാണ് കാർവാർ MLA ഇപ്പോഴും പറയുന്നത്. അതിനാൽ ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ എത്തിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇക്കാര്യവും സതീഷ് സെയിൽ MLA പറയുകയുണ്ടായി. കാരണം അവിടെ ഈ ഗംഗാവലി പുഴയിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രെഡ്ജർ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല, ഡ്രെഡ്ജർ ഇറക്കി മണ്ണ് മാറ്റുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യമാണ് കാർവാർ MLA പറയുന്നത്. പക്ഷേ കേരളത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ അനുകൂലമായിരുന്നില്ല. അദ്ദേഹം വീണ്ടും ഇക്കാര്യം പറയുകയാണ്. നേരത്തെ കേരള കാർഷിക സർവകലാശാലയാണ് ഡ്രെഡ്ജർ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്. അവിടെ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല എന്ന് പറയുമ്പോഴും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആളില്ല എന്ന കാര്യമാണ് അറിയിച്ചതെന്ന് കാർവാർ MLA സതീഷ് സെയിൽ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനാൽ ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ എത്തിക്കുവാനുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. തെരച്ചിലിനെ കുറിച്ച് ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഈ ലോഹഭാഗങ്ങളിൽ ചിലത് അർജുൻ ഓടിച്ച ലോറിയുടേതാണ്, ജാക്കി അർജുൻ ഓടിച്ച ലോറിയുടേതായിരുന്നു. പക്ഷേ മറ്റ് ചില ഭാഗങ്ങൾ അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്നാണ് ലോറി ഉടമ പറഞ്ഞത്. അതേസമയത്ത് തന്നെയാണ് കരയോട് ചേർന്ന ഭാഗത്ത് ഡീസലിന്റെ അംശം കണ്ടത്. അതിനാൽ തന്നെ അതേ ഭാഗത്ത് തന്നെ പലതവണയായിട്ട് 2 സംഘങ്ങളും മുങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈശ്വർ മാൽപേ മുങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് നേവിയുടെ 2 അംഗ മുങ്ങൽ വിദഗ്ധരുടെ സംഘവും ഇതേ സ്ഥലത്ത് തന്നെ തുടർച്ചയായിട്ട് മുങ്ങുന്നതും ആഴങ്ങളിലേക്ക് പോകുന്നതും. പക്ഷേ പുതിയതായിട്ട് ഒരു കാര്യവും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഗംഗാവലി പുഴയിൽ ഒഴുക്ക് കുറവും അതുപോലെ തന്നെ വിസിബിലിറ്റി കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ താഴ്ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അണ്ടർ വാട്ടർ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. ഈശ്വർ മൽപയും നേവി സംഘവും സാങ്കേതികമായി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെരച്ചിലിനായി ഡ്രെഡ്ജർ കൊണ്ടുവരും എന്നുള്ള കാര്യമാണ്. ഇക്കാര്യം കാർവാർ MLA പറഞ്ഞിട്ടുണ്ട്. അത് മൺകൂനകൾ പല സ്ഥലത്തായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് തെരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. ആ ഭാഗങ്ങളിലാണോ ലോറി എന്ന സംശയവുമുണ്ട്. അത് നേരത്തെ ഐബോർഡ് പരിശോധനയും ഇത്തരത്തിലുള്ള സംശയമുണ്ടായിരുന്നു. ഭാഗത്തിന്റെ ചില സിഗ്നലുകൾ അതേ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡ്രെഡ്ജർ എത്തിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കേരളം ഇതിനെ അനുകൂലമായ ഒരു നിലപാട് എടുത്തില്ല എന്നുള്ള കാര്യം ആവർത്തിച്ചു പറയുന്നത് കാർവാർ MLA ആണ്. അദ്ദേഹം ഈ തെരച്ചിലിന് തുടക്ക സമയം മുതൽ നേതൃത്വം നൽകിയിരുന്ന ആളാണ്. അർജുന്റെ കുടുംബാംഗങ്ങളും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു, ഡ്രെഡ്ജർ എത്തിക്കണം എന്നുള്ള കാര്യം. ലോറിയുടമയായ മനാഫും അല്പം മുമ്പ് ഡ്രെഡ്ജർ എത്തിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതോടുകൂടി തെരച്ചിലിന് അടുത്ത ഘട്ടം ഉണ്ടാകും. അടുത്ത ഘട്ടത്തിലേക്ക് തെരച്ചിൽ കടക്കുകയും ചെയ്യും. KB ബൈജു കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. എന്താണ് കൂടുതൽ അപ്ഡേറ്റ് ഉള്ളത് എന്ന കാര്യം ബൈജുവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സൂചനകൾ തേടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 10 മണിക്ക് ശേഷമാണ് ഈശ്വർ മൽപേ ആദ്യ ഡൈവിംഗ് നടത്തിയത്. അല്പസമയം മുമ്പ് അദ്ദേഹം വീണ്ടും ഡൈവിംഗ് നടത്തി. 11 തവണയെങ്കിലും ഈശ്വർ മൽപേ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തവണ 20 മിനിറ്റോളം അദ്ദേഹം നദിയിൽ മുങ്ങിക്കിടന്നിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. സതീഷ് സെയിൽ MLA പ്രതികരണം ഇപ്പോൾ കേൾക്കാം. ಇಂಥ ಒಂದು ದುಸ್ಥಿತಿ ನಮ್ಮಲ್ಲೂ ಬಂದಿದೆ. ನಾವೇನು ಮಾಡಬೇಕು ಏನು ಹೇಳಬೇಕಂತ ನಮಗೂ ಗೊತ್ತಾಗ್ತದೆ. ತದನಂತರ ನಾವು ಗೋವಾದಲ್ಲಿ ನಿನ್ನೆಯಿಂದ ಟಚ್ ಆಗಿ ಕಂಟಿನ್ಯೂಸ್ ಮಾತಾಡ್ತಾ ಇದ್ದೇನೆ. ಅದನ್ನು ಮಾಡ್ತೇವೆ. ಮತ್ತೆ ಅದ್ರ ಬಗ್ಗೆ ಪ್ರಶ್ನೆ ಇದೆ. ಮಷಿನ್ ನನಗೆ ಇವತ್ತು ಪ್ರಕಾರ ಈಗ ಲೆಟರ್ ಹೋಗಿದೆ. ಮೇಡಮ್ ಲೆಟರ್ ಕಳಿಸ್ತಾರೆ. ಇದು ಹೋದ ಕೂಡಲೇ ನಾನು ಈಗ ಡೈರೆಕ್ಟರ್ ಬರ್ತಾನೆ. ഡ്രെഡ്ജർ മെഷീൻ എത്തിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇതാണ്, ഡ്രെഡ്ജർ മെഷീൻ എത്തിക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് അത് എത്തിക്കുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല എന്നുള്ള കാര്യമാണ് കാർഷിക സർവകലാശാലയിൽ നിന്ന് അറിയിച്ചത് എന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പുഴയിലെ ഒഴുക്ക് ആ സമയത്ത് ശക്തമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒഴുക്ക് മാറിയിട്ടുണ്ട്. KB ബൈജു ചേരുകയാണ്. ബൈജു, അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്രെഡ്ജറിന്റെ കാര്യമാണല്ലോ. എന്താണ് കാർവാർ MLA ഇതേക്കുറിച്ച് പറയുന്നത്? അല്പസമയം മുമ്പാണ് MLA ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ മണ്ണൂത്തിയിലുള്ള ആ ഡ്രെഡ്ജർ അത് ഇവിടെ എത്തിക്കണമെന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടു. പക്ഷേ
അവർ 4 നോട്ട്സ് വരെ ആഴത്തിൽ അതിൽ നിന്നും മണ്ണെടുക്കാൻ ആകും, അത്തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചതെന്നാണ് MLA പറഞ്ഞത്. ഇപ്പോൾ 2 നോട്ട്സ് മാത്രമാണ് ഇതിലുള്ളത്. പക്ഷേ ഇപ്പോഴും ആ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ കാര്യത്തിൽ ഒരു പരിഭവം ഇപ്പോൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും ആവർത്തിച്ചു, പണം നൽകാം, നമ്മൾ തയ്യാറാണ് എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും നിലവിൽ ഇപ്പോൾ ഗോവയിൽ നിന്നുള്ള ഒരു പുതിയ യന്ത്രം, പാൻറ്റൂൾ എന്ന് പറയുന്ന ഒരു യന്ത്രം, അത് കൊണ്ടുവരും. അത് കൊണ്ടുവന്നതിന് ശേഷം ഈ മണ്ണ് മാറ്റാനുള്ള നടപടികളിലേക്ക് നീങ്ങും. അത് നാളെ എത്താൻ സാധ്യതയില്ല, കാരണം ആഗസ്റ്റ് 15 നാളെ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തിരച്ചിലും നാളെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളാണ് അത് എത്തുക. റോഡ് മാർഗം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് ഏത് രീതിയിലാണ് ഇവിടെ എത്തിക്കുക എന്ന കാര്യത്തിലൊക്കെ ആലോചന നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗോവ സർക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അത് വിട്ടു നൽകാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷയുടെ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിലെ തെരച്ചിലിൽ എന്തെങ്കിലും പുരോഗതി ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈശ്വർ മൽപെ യുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതായി എന്തെങ്കിലും അത്തരത്തിൽ പ്രതീക്ഷയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും ഈ പുതിയ യന്ത്രം കൊണ്ടുവന്ന് അത്തരത്തിൽ മണ്ണ് നീക്കാനാണ് ഇനി ശ്രമം നടക്കുക. അതിനിടയിൽ തന്നെ വീണ്ടും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്, കേരളത്തിൽ നിന്നുള്ള ആ യന്ത്രം, മണ്ണൂത്തിയിൽ നിന്നുള്ള യന്ത്രം, അത് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന അദ്ദേഹം, അത് മാധ്യമപ്രവർത്തകരും അതിൽ ഇടപെടണം എന്ന രീതിയിലൊക്കെ അദ്ദേഹം എന്താണ് അതിന്റെ ഒരു സാങ്കേതിക തടസ്സം? എന്താണ് ഈ ഓപ്പറേറ്റർ ഇല്ല എന്നുള്ളത് മാത്രമാണോ ഈ സാങ്കേതികമായ തടസ്സം വന്നിരിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയതാണ് ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് തടസ്സം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തൃശൂർ കളക്ടറെ ഇത് രേഖാമൂലം പലതവണ അറിയിച്ചു. അതുമാത്രമല്ല താൻ നേരിട്ട് തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ടും അതിന് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓപ്പറേറ്റർക്ക് അസുഖമാണ്, ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ വിട്ട് തരാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം എന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിലൊരു വ്യക്തത ഇനി സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. എന്താണ് ഈ കാര്യത്തിൽ ഒരു തടസ്സം? അത് എത്രയും പെട്ടെന്ന് അതിന്റെ ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ അത് മറ്റൊരു ഓപ്പറേറ്ററെ ഉപയോഗിച്ച് ഇവിടെ എത്തിക്കണം. അത് കൊണ്ടുവന്നാൽ നിലവിൽ നമ്മൾ കാണുന്ന 6 മൺകൂലികൾ, അത് ആ ഭാഗങ്ങൾ അത് തട്ടി മാറ്റി അവിടെ പരിശോധന നടത്താൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. MLA ഇതേക്കുറിച്ച് എന്താണ് ബൈജു പറയുന്നത്? അദ്ദേഹവും സ്ഥലത്തുണ്ടല്ലോ. തീർച്ചയായും AK അഷ്റഫുമായും നമ്മൾ ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ AK ശശീന്ദ്രൻ ശ്രദ്ധയിൽ ഇന്ന് രാവിലെ ഈ സംഭവം പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് അവർ ഉറപ്പും നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയം വരെ ഏതെങ്കിലും ഈ ഉത്തര കന്നഡ കലക്ടർക്ക് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലൊരു അവരുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, അത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ MLA AK അഷ്റഫ് MLA പറയുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തിരച്ചിലിന് കുറച്ചുകൂടി വേഗത വരും. കാരണം MLA പറയുന്നത് ഇത് ഈശ്വർ മൽപെ മാത്രം വിചാരിച്ചാൽ അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഇന്നലെ തന്നെ ജീവൻ പണയം വെച്ച് നടത്തിയ, അതായത് കലക്ടറുടെ അനുമതി ഇല്ലാതിട്ടും ജീവൻ പണയം വെച്ച് നടത്തിയ ഒരു പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സർക്കാരുകളും, അതായത് കേരള സർക്കാരും കൂടി ഇതിൽ ശക്തമായി കൈകോർക്കണം ഈ തെരച്ചിലിൽ എന്ന ഒരു അഭ്യർത്ഥന അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ വളരെ രോഷത്തോടെയാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇന്ന് നിരാശയോടെയാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഏതായാലും ഗോവ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു യന്ത്രം വിട്ടുതരാൻ തയ്യാറായിട്ടുണ്ടെന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. അത് എന്തായാലും പക്ഷെ അത് 2 ദിവസമെങ്കിലും അതിനുവേണ്ടി എടുക്കുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുങ്ങിത്തപ്പിയത് കൊണ്ട് ആകെ കിട്ടുന്നത് ചില ലോഹഭാഗങ്ങളും പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ ആ മൺകൂന മാറ്റാതെ പുതിയ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നാണോ ഇപ്പോഴത്തെ ഒരു ബോധ്യം വന്നിരിക്കുന്നത്? തെരച്ചിലിന് ആ മൺകൂനകൾ തടസ്സമാണെന്ന്? മഞ്ജുഷ, അങ്ങനെയല്ല. ഒരേ സമയത്ത് തന്നെ ഈ ഈശ്വർ മൽപ തെരച്ചിൽ നടത്തുന്നതോടൊപ്പം തന്നെ ആ സമീപത്തായുള്ള മൺകൂനയിലും തെരച്ചിൽ ഒരേ സമയത്ത് കൂടുതൽ വേഗതയോടുകൂടി തെരച്ചിൽ നടത്തുക. കാരണം അദ്ദേഹം പറയുന്നത് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. നമുക്ക് ഈ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ ഒരു ശ്രമം ആണിപ്പോൾ നടക്കുന്നതെന്ന് കൂടി അദ്ദേഹം ഈ വാക്കുകളിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ചാൻസ് എന്നാണ്, അവസാനത്തെ ഒരു ശ്രമമായിരിക്കുമെന്നാണ്. ഈ സമയത്ത് എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടോ അതൊക്കെ കൊണ്ടുവന്ന് പരമാവധി തെരച്ചിൽ
തെരച്ചിൽ നടത്തി ഇതിനൊരു ഒരു അവസാനമായ ഒരു സ്ഥിരീകരണം അത് തേടിയുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും അടിയന്തരമായി ഈ ഒരു ഇടപെടൽ ഇപ്പോൾ വേണ്ടിവരുന്നു. ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം ഈ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇത് തടസ്സപ്പെടുന്നത്. എന്തായാലും ആ കാര്യത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ ഇടപെട്ട് പരിഹരിച്ച് വേഗത്തിലാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷ പറഞ്ഞത്. അതിനിടയിൽ തന്നെ സമാന്തരമായി തന്നെ ഗോവ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്താനും അത് ഒരേ സമയത്ത് ഈ മുങ്ങൽ വിദഗ്ധരും ഒപ്പം ആ മൺതിട്ട നീക്കിയും ഒക്കെയുള്ള ഒരേ സമയത്തുള്ള തെരച്ചിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതല്ലാതെ അത് കൊണ്ടുവന്നാൽ മാത്രം തെരച്ചിൽ നടത്താൻ പറ്റുമെന്ന ഒരു നിലയിലല്ല, പൂർണ്ണമായും തോതിലുള്ള ഒരു തെരച്ചിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വളരെ വേഗം ഈ കാര്യത്തിലൊരു പ്രതീക്ഷ നമുക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ഈ തെരച്ചിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ഒരാളാണ് അദ്ദേഹം. വളരെ ഇന്ന് എത്ര സമയം ഇനി മുങ്ങൽ വിദഗ്ധരുടെ സഹായം കിട്ടും? നേവിയുടെയും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയുടെയും എത്ര സമയം ഇത് നീണ്ടു നിൽക്കും? വൈകിട്ട് വരെ ഉണ്ടാവുമോ? ആ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് നമ്മൾ രാത്രി പുലരുന്നവരെ, അതായത് പുലർച്ചെ നിർത്താതെ തന്നെ തെരച്ചിലിന് തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും രാവിലെ 10 മണിക്ക് തുടങ്ങിയ തെരച്ചിൽ നിർത്തിവെച്ചിട്ടില്ല. അവർ ഇപ്പോഴും ആ തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ ഒരു ആത്മാർത്ഥത. അത് നമുക്ക് ഈശ്വർ മൽപ്പയെ നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അത്രത്തോളം വലിയ ആത്മാർത്ഥത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ തെരച്ചിൽ നടക്കുന്നത്. ഇവിടെ അത്രത്തോളം കഴിഞ്ഞ തവണ വലിയ തോതിൽ മഴയും കാറ്റുമൊക്കെ ആണെങ്കിൽ നേരെ വിപരീതമായി കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായി ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട്. അത്രത്തോളം വെയിലാണ് ഈ ഭാഗത്ത്. ആ വെയിലിനെ വകവെക്കാതെയാണ് ആ പുഴയിലുള്ള ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഉച്ചഭക്ഷണത്തിനായൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇടയ്ക്ക് വന്ന് ആശയവിനിമയം നടത്തി വീണ്ടും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ മുങ്ങൽ വിദഗ്ധർ നടത്തുന്ന ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെരച്ചിലിൽ പുരോഗതിയൊന്നും കാര്യമായിട്ട് ഇല്ല എന്ന വിവരമാണ് സതീഷ് എംഎൽഎ പങ്കുവച്ചത്. ശരി ബൈജു, അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കാം. ഇപ്പോൾ ബൈജു നൽകുന്ന വിവരം അനുസരിച്ച് തെരച്ചിൽ തുടരുകയാണ്. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപ്പയും അതുപോലെ തന്നെ നേവിയുടെ സംഘവും വീണ്ടും മുങ്ങൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈശ്വർ മൽപ്പെ നിലവിൽ വീണ്ടും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. 3 മിനിറ്റ് മുമ്പ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ 11ാമത്തെ ഡൈവിംഗിലേക്കാണ് കടന്നിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ നേവിയുടെ 2 മുങ്ങൽ വിദഗ്ധർ ഡിങ്കി ബോട്ടുകളിൽ ഗംഗാവലി പുഴയിലുണ്ട്. അവരും ഇടവിട്ട് ഇപ്പോഴും മുങ്ങൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ മണ്ണ് നീക്കി മണ്ണും പാറകളും മരങ്ങളും ഒക്കെ അടിഞ്ഞു കിടക്കുന്ന ആ പ്രദേശത്ത് ഡ്രെഡ്ജിംഗ് നടത്തണം എന്നാണ് ആവശ്യമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ ആവശ്യം ഉണ്ടായതാണ്. പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങളിൽ തട്ടി നിൽക്കുകയായിരുന്നു. മണ്ണുത്തിയിലെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നായിരുന്നു കൊണ്ടുപോയത്. സതീഷ് സെയിൽ എംഎൽഎയുടെ scatter all these heaps and whatever the side, no, we will bunch, we will scratch and we will see whether it is floating or not. ഡ്രെഡ്ജിംഗ് നടത്തണം എന്ന ആവശ്യമാണ് അദ്ദേഹവും ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഡ്രെഡ്ജറിനുള്ള സഹായം കിട്ടിയില്ല എന്നാണ് കാർവാർ എംഎൽഎയുടെ പ്രധാനപ്പെട്ട പരാതി. അതിനാൽ ഗോവയിൽ നിന്ന് റോഡ് മാർഗം എത്തിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സമയമെടുക്കും. അതിനുള്ള തടസ്സങ്ങൾ നീക്കേണ്ടതുണ്ട്. ഡ്രെഡ്ജർ എത്തിയാൽ കുറച്ചുകൂടി മുന്നോട്ട് തെരച്ചിൽ കൊണ്ടുപോകുവാൻ കഴിയും. അതുമാത്രമല്ല, നല്ല കാലാവസ്ഥ എത്ര നാൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും അതിലും സംശയമുണ്ട്. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. 9 നോട്ട്സ് വരെ ഒഴുക്കുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ 2 നോട്ട്സായി കുറഞ്ഞിരിക്കുന്നത്. AKM അഷ്റഫിന്റെ പ്രതികരണം. ബൈജു ചോദിച്ചോളൂ, AKM അഷ്റഫ് എന്താണ് പറയുന്നത് ഇക്കാര്യത്തെ കുറിച്ച്? പ്രത്യേകിച്ച് ഡ്രെഡ്ജറിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയുവാനുള്ളത്? ചോദിച്ചോളൂ ബൈജു. എന്നാലും AKM അഷ്റഫ് എംഎൽഎ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. AKM എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം? നമ്മൾ ഇന്നലെ ആ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭാരത് ബെൻസിന്റെ വീൽ ജാക്കിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് രാവിലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തെരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെ ആണെങ്കിൽ ഈശ്വർ മൽപ്പയുടെ ടീം മാത്രമായിരുന്നു. ഇന്ന് നേവി ഉണ്ട്, SDRF ഉണ്ട്, NDRF ഉണ്ട്. ഈശ്വർ മൽപ്പയുടെ ഫുൾ ടീമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ മുങ്ങിത്താഴ്ന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിയത്. നിങ്ങളൊക്കെ മീഡിയാസൊക്കെ ഇന്ന് ഡയറക്റ്റ് തൊട്ടടുത്ത് നിന്ന് ഈ ദൃശ്യങ്ങളൊക്കെ ലോകത്തോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുങ്ങൽ വിദഗ്ധർ പുറത്ത് വന്ന് കളക്ടറോടും MLA-മാരെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര അവർ ആഴത്തിൽ പോയാലും കുറേ മരങ്ങൾ ഈ മണ്ണിടിച്ചലിന്റെ സമയത്തുണ്ടായ വലിയ വലിയ മരങ്ങളും പാറക്കെട്ടുകളല്ലാതെ വേറെ
ഒരു സാധനങ്ങളും ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ കലക്ടറും SP-യും ഇവിടുത്തെ MLA-യും ഞാനും ആലോചിച്ചപ്പോൾ, ഞാനും അവരുമായി ആലോചിച്ച ഈ ആശയം അവരുമായി പങ്കുവച്ചപ്പോൾ, ഗോവയിൽ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ ഡ്രഡ്ജിംഗ് മിഷന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അന്ന് തന്നെ ഡ്രഡ്ജിംഗ് മിഷന് തടസ്സം വന്നത് കൊങ്കൺ റെയിൽവേയിലെ മേൽപ്പാലവും നമ്മുടെ ഇവിടുത്തെ ഗംഗാവലിയുടെ ബ്രിഡ്ജുമാണ് തടസ്സം വന്നത്. കടൽ മാർഗം അത് കൊണ്ടുവന്ന് ഈ മുകളിൽ ഡൈവ് ചെയ്ത ആളുകൾ ചൂണ്ടിക്കാണിച്ച മരങ്ങളും പാറകളും മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ ഭാരത് ബെൻസിന്റെ അടുത്തേക്ക്, അർജുന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത് ഉടനെ ഉണ്ടാകുമോ? എപ്പോഴാണ് ഗോവ സർക്കാരുമായി ആശയവിനിമയം നടത്തിയത്? നമുക്ക് എപ്പോൾ കിട്ടും? ഇന്നലെ മുതൽ തന്നെ MLA ക്യാപ്റ്റനുമായി സംസാരിച്ചു. ഗോവ സർക്കാരുമായി ഇവിടുത്തെ കലക്ടർ സംസാരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. പെരേഡും കാര്യങ്ങളായിട്ടുള്ള ഒരു പ്രയാസം അവർ പങ്കുവെക്കുന്നുണ്ട് ഇന്ത്യ മുഴുവനും. അപ്പോൾ മറ്റന്നാൾ 16th അവർ എത്തിക്കാനുള്ള ശ്രമം, ഇത് കടൽ മാർഗം കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഡ്രഡ്ജിംഗ് മിഷൻ ഇവിടെ എത്തിച്ചിട്ട് ഇത് മാറ്റിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ഈ തെരച്ചിലിന് കുറച്ചും കൂടി പ്രതീക്ഷ പകരുന്ന കഴിയുകയുള്ളൂ. കാരണം ഇതേപോലെ ഡൈവ് എത്ര ദിവസം നടത്തിയാലും താഴെത്തട്ടിലേക്ക് പോയി ആകെ കാണുന്നത് പാറക്കെട്ടുകളും ഈ മരങ്ങളല്ലാതെ വേറെ ഒരു സാധനം കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മറ്റൊരു കാര്യം, ഇപ്പോൾ കാർവാർ MLA സൂചിപ്പിച്ചത്, നമ്മൾ ഈ കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മിഷൻ ഇപ്പോൾ 2 നോട്ട്സ് മാത്രമേ വെള്ളത്തിന് ഇതുള്ളൂ എന്ന് പറയുന്നു. ഉപയോഗിക്കാൻ പറ്റും. അതിലിപ്പോഴും ഒരു തീരുമാനമായില്ലേ? അല്ല, ഇന്ന് അവർ റിക്വസ്റ്റ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ റിക്വസ്റ്റ് ലെറ്റർ ഇപ്പൊ അവർ അയച്ചു കൊടുത്തു. നമ്മുടെ കേരളത്തിന്റെ റിയാസ് മിനിസ്റ്ററുമായിട്ട് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. അവരയക്കാൻ വില്ലിംഗ് ആണ്. പക്ഷെ ഗോവയുടെ ഡ്രഡ്ജിംഗ് മിഷനും നമ്മുടെ മിഷനും ടാലി ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ വ്യത്യാസമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഗോവയിലെ ഡ്രഡ്ജിംഗ് മിഷൻ എത്തിച്ചിട്ട് ഇത് തുടങ്ങുക എന്നുള്ളതാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് വൈകുന്നു? വളരെ വേഗത്തിൽ നമുക്ക് നടത്തേണ്ടത്, വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ നമുക്കുള്ളത്. തീർച്ചയായും കേരളം ശ്രമിക്കുന്നുണ്ട്. രാവിലെ റിയാസ് മിനിസ്റ്ററുമായി സംസാരിച്ചിട്ടുണ്ട്. അവരും അവരുടേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ MK രാഘവൻ MP-യും ഇവിടുത്തെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയായി സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഡ്രഡ്ജിംഗ് മിഷൻ എത്രയും പെട്ടെന്ന് എത്തിച്ച് ഈ മുകളിലുള്ള ഇത് മാറ്റാനുള്ള ശ്രമം. കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മിഷൻ ഇവിടെ അത്യാവശ്യം ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. എനിക്ക് ആ ഡ്രഡ്ജിങ്ങിനെ കുറിച്ചിട്ട് അറിയാം. അതിനേക്കാളും ബെസ്റ്റ് ഗോവയിൽ എത്തിക്കുന്നത്. അതിൽ കേരളത്തെയും കൂടി നമ്മൾ ഇതിനൊരു പരാതി വേണ്ട, അതുകൂടി എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം ഇവർ റിക്വസ്റ്റ് ലെറ്റർ കിട്ടിയ സ്ഥിതിക്ക് നമ്മളെ മന്ത്രി ഇടപെട്ടിട്ട് അത് ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള ശ്രമം. ഇപ്പോഴും ആവർത്തിച്ചത് പണം നൽകാൻ തയ്യാറാണ്. അത് ഒരു താല്പര്യക്കുറവ് കേരളത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് സംശയിക്കുന്നു. ഒരിക്കലുമല്ല. ദുരന്തമുഖത്ത് അങ്ങനെയല്ല. MLA അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കേരളം എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതാണ് മഞ്ജുഷ്, ഇക്കാര്യത്തിൽ എത്ര പെട്ടെന്ന് ഈ തെരച്ചിൽ നടത്തുക, അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക, അത് തന്നെയാണ് AK മഷ്റഫ് MLA-യും നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്. ബൈജു, ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവർ മുങ്ങൽ നടത്തുന്നുണ്ട് എങ്കിൽ പോലും മുങ്ങിയിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആകെയും പാറക്കല്ലുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടിയത് കൊണ്ട് അതല്ലാതെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുവാൻ കഴിയുന്നില്ല എന്നാണല്ലോ. അപ്പോൾ ഡ്രഡ്ജിംഗ് ആണ് ഇതിന്റെ അവസാന വഴി എന്നുള്ള ഒരു ബോധ്യമാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാരണം ഈ മാൽപ്പെ ഇന്ന് രാവിലെ 10 മണി മുതൽ നടത്തിയ തെരച്ചിലിൽ എന്തെങ്കിലും വസ്തുക്കൾ ഇത്തരത്തിൽ കണ്ടെത്താൻ ഒന്നും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ തെരച്ചിൽ തുടരുന്നു. പക്ഷേ AK മഷ്റഫിന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. മരങ്ങളും കല്ലും പാറ കഷ്ണങ്ങളും അത്തരം ദുർഘടമായ ഒരു സാഹചര്യം ഈ പുഴയുടെ അടിയിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മാൽപ്പെ കൂടി പുറത്തു വരുന്നതോടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടു കൂടി കൂടുതൽ വ്യക്തത വരും. ഇപ്പോഴും ഈ ഡ്രഡ്ജിംഗ് മിഷൻ ഇവിടെ എത്തിക്കുക, അത് വെച്ച് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുക, ഈ ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഗോവയിൽ നിന്നും ഈ യന്ത്രം എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ഇനി എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ എപ്പോൾ ഇവിടെ എത്തിക്കാനാകുമെന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയില്ല. നാളെ ഒരു പക്ഷേ ഈ സ്വാതന്ത്ര്യദിന പരേഡൊക്കെ ഉള്ളതുകൊണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ തിരക്കുള്ളതുകൊണ്ട് നാളെ അനുമതി ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. ഇവിടെ തെരച്ചിൽ നാളെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഒരു സംശയം ഏതായാലും ഉണ്ട്. അതിലൊരു സ്ഥിരീകരണം ഇനി വരാനുണ്ട്. എന്തായാലും ഈ കാർവാർ MLA വ്യക്തമാക്കിയത് രാത്രിയും പകലും തങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അത്രത്തോളം സംവിധാനങ്ങൾ വേണം. ഈ മാൽപ്പെ മാത്രം ഇത്തരത്തിലും വിചാരിച്ചാൽ ഈ ഒരു ലോറിയെ കണ്ടെത്തി അത്തരത്തിൽ പുറത്തേക്ക് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. മൺതിട്ടകളൊക്കെ നീക്കേണ്ടതുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന മൺതിട്ട അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനായുള്ള യന്ത്രങ്ങൾ അത്തരത്തിൽ കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരുന്ന റോഡ് മാർഗം കൊണ്ടുവരുന്നുള്ള തടസ്സവും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. കൊങ്കൺ റെയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കടൽ മാർഗം കൊണ്ടുവന്ന് അത് പുഴയിലേക്ക് എത്തിക്കുക, അത് ഇനി എത്ര ദിവസം എടുക്കും എന്നൊക്കെ ഇനി എന്തായാലും അറിയേണ്ടതുണ്ട്. എന്തായാലും അത് വൈകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനിടയിൽ തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മിഷൻ കൊണ്ടുവന്നാൽ എത്രത്തോളം ആ മൺകൂടിനെയൊക്കെ നീക്കം ചെയ്യാം എന്നൊക്കെയാണ് ഏതായാലും ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരാനുണ്ട്. ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നോ എന്നൊരു സംശയവും ബാക്കിയാവുന്നുണ്ട്. മഞ്ജുഷ്.
ശരി, കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തുണ്ട്. ഒപ്പം ഈശ്വർ മൽപ്പയും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടാളിയും ഉണ്ട്. ഒപ്പം നേവിയുടെ 2 അംഗ മുങ്ങൽ വിദഗ്ധരും ഗംഗാവലി പുഴയിൽ പലതവണയായിട്ട് ഡൈവിംഗ് നടത്തി തെരച്ചിൽ നടത്തുന്നുണ്ട്. എങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചില ലോഹഭാഗങ്ങൾ മാത്രമാണ്, മരത്തിന്റെ അവശിഷ്ടങ്ങൾ, പാറക്കല്ലുകൾ, ഇതൊക്കെയാണ് ആകെ ഉള്ളത് മുങ്ങി നിവരുമ്പോഴും. പക്ഷേ ഇനി അങ്ങോട്ട് ഡ്രെഡ്ജിംഗ് നടത്തണം എന്നുള്ള ആവശ്യം ഉണ്ടായിരിക്കുകയാണ്. അത് ഗോവയിൽ നിന്ന് ഡ്രെഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുവാനുള്ള ശ്രമം ഗോവ സർക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടൽ മാർഗം എത്തിക്കുവാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഡ്രെഡ്ജിംഗ് മെഷീൻ എത്തിക്കുവാനുള്ള അതിനുള്ള പരിശ്രമവും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കേരളം ഡ്രെഡ്ജിംഗ് മെഷീൻ നൽകിയില്ല എന്നുള്ള കാര്യം കാർവാർ MLA ആയ സതീഷ് സെയിൽ പലതവണ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, AK അഷ്റഫ് പറയുന്നത് അങ്ങനെയല്ല. കേരളത്തിൽ മന്ത്രിമാരുമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ഒഴുക്ക് കൂടുതലായിരുന്നു, അതുകൊണ്ട് തടസ്സമുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പറേറ്റർ ഇല്ലാത്തതും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും കേരളത്തിൽ നിന്നും ഡ്രെഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്ന് AK അഷ്റഫ് MLA, അദ്ദേഹം ഈ ഒരു തെരച്ചിലിന് നേതൃത്വം വഹിച്ചുകൊണ്ട് അവിടെയുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കാർവാർ MLA പറയുന്നത് കേരളം ഇതിന് തയ്യാറായിട്ടില്ല. പണം നൽകുവാൻ കർണാടക സർക്കാർ തയ്യാറായിരുന്നു ഡ്രെഡ്ജിംഗ് മെഷീന് വേണ്ടിയുള്ള ചെലവ് എന്ന് കാർവാർ MLA പറയുന്നു. പക്ഷേ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോൾ സ്പോട്ടിലുള്ളത്. ഇപ്പോഴും ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നു. 10 മണിക്കാണ് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താൻ വൈകിയതാണ് അതിന് കാരണമായത്. അതിനും ശേഷം 12 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തിയത്. ഇതും രാവിലെ കുറച്ചു നേരം ചില ആശങ്ക ഉണ്ടാക്കിയതായിരുന്നു. എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന് ഷിരൂരിൽ ഉള്ളത്. അതിനാൽ തന്നെ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ് തെരച്ചിൽ സംഘത്തിന്റെ ലക്ഷ്യം. 20 മിനിറ്റ് സമയത്തോളം ഈശ്വർ മാൽപ്പെ ഒരു ഡൈവിംഗിൽ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നേവിയുടെ സംഘവും അതേ സമയത്ത് തന്നെ ഡൈവിംഗ് നടത്തുന്നുണ്ട്. 2 പേർ മാറി മാറി ഇപ്പോഴും ഗംഗാവലി പുഴയിൽ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ തെരച്ചിലും കൂടുതലായിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. എന്തായാലും തെരച്ചിൽ നിർത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ട് വരെ തന്നെ തെരച്ചിൽ തുടരുവാനാണ് സാധ്യതയുള്ളത്. ഇന്ന് കാലാവസ്ഥാ പ്രവചനം അനുകൂലം തന്നെയാണ്. ഇന്ന് മഴ പെയ്യുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനം ഇല്ല. അതുകൊണ്ട് തന്നെ പരമാവധി സമയം, വിസിബിലിറ്റി കൂടുതലുള്ള ഈ സമയത്ത്, ഒഴുക്ക് കുറഞ്ഞ ഈ സമയത്ത് മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഉണ്ടായിരിക്കും. ഈശ്വർ മാൽപ്പെ സ്വന്തം നിലയ്ക്കാണ് ഇങ്ങനെയൊരു സേവനം. ഗംഗാവലി പുഴയിൽ അർജുനെയും മറ്റ് 2 പേരെയും, ജഗന്നാഥനെ കണ്ടെത്താനുണ്ട്. ലക്ഷ്മണന്റെ ചായക്കടയിലെ ജോലിക്കാരനായിരുന്ന ജഗന്നാഥൻ, അതുപോലെ തന്നെ കിഷോർ, ഈ 2 പേർക്കുമായിട്ടുള്ള തെരച്ചിലും ഇതോടൊപ്പം തന്നെ പുരോഗമിക്കുകയാണ്. അർജുന്റെ ലോറിയുടെ ഭാഗമല്ല ഇന്ന് രാവിലെ കിട്ടിയത് എന്ന് ലോറി ഉടമയായ മനാവ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ കിട്ടിയ ജാക്കി അത് അർജുൻ ഓടിച്ച ലോറിയുടേതായിരുന്നു. അതേസമയത്ത് തന്നെയാണ് ഡീസലിന്റെ അംശവും കിട്ടിയത്. അതിനാൽ ഗംഗാവലി പുഴയുടെ തീരത്തോട് ചേർന്നുള്ള ഏതാണ്ട് 100 അടി അകലത്തിലാണ് ഈശ്വർ മൽപ്പെ പലതവണയായിട്ട് മുങ്ങൽ നടത്തിയത്. അതിന് സമീപത്ത് തന്നെ മൺകൂനകൾ പലയിടത്തായി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് നേവിയുടെ സംഘവും പലതവണ മുങ്ങൽ നടത്തിയത്. പക്ഷേ ഇതിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള തെരച്ചിലിൻ്റെ അപ്ഡേറ്റ്. അതുകൊണ്ടാണ് ഡ്രെഡ്ജർ കൊണ്ടുവന്ന് മണ്ണ് നീക്കുവാനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഗോവയിൽ നിന്ന് ഡ്രെഡ്ജിംഗ് മെഷീൻ എത്തിക്കും എന്നാണ് കാർവാർ MLA പറയുന്നത്. AK അഷ്റഫ് MLAയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പാറകളും അതുപോലെ തന്നെ മരങ്ങളും മാറ്റിയാൽ മാത്രമേ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രെഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുന്നത്. ഇന്ന് വൈകിട്ട് വരെ ഇന്നത്തെ തെരച്ചിൽ ഉണ്ടാകും. തുടർ നടപടി ജില്ലാ ഭരണകൂടം തീരുമാനിക്കും. അത് നാളെ തെരച്ചിൽ നടക്കുവാനുള്ള സാധ്യത കുറവാണ്. സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് ജില്ലാ ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിൽ ആയിരിക്കും. 12 തവണയാണ് ഇതുവരെ ഈശ്വർ മൽപ്പെ ഡൈവിംഗ് നടത്തിയത്. 10 മണിക്കായിരുന്നു ആദ്യ ഡൈവിംഗ്. ഈശ്വർ മാൽപ്പെ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ 4 മണിക്കൂർ ഇടവേളയിൽ 12 തവണ ഡൈവിംഗ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നേവിയുടെ സംഘവും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ഡൈവിംഗ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈശ്വർ മൽപ്പെ 20 മിനിറ്റോളം സമയം ഒറ്റ ഡൈവിങ്ങിൽ ഗംഗാവലി പുഴയുടെ ആഴത്തിൽ ഉണ്ടായിരുന്നു. നേവിയുടെ സംഘവും ഇതേ സമയം തന്നെ ചെലവഴിക്കുവാൻ കഴിഞ്ഞിരുന്നു. ചില സമയത്ത് പെട്ടെന്ന് തന്നെ പുഴയുടെ ആഴങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചെത്തേണ്ടി വന്നിരുന്നു. പക്ഷേ ചില ഡൈവിങ്ങിൽ ഏറെ സമയം പുഴയുടെ ആഴങ്ങളിൽ 2 സംഘവും, നേവിയുടെ സംഘവും ഈശ്വർ മൽപ്പയും ഉണ്ടായിരുന്നു. തിരച്ചിലിൽ കിട്ടുന്നത് കോൺക്രീറ്റും അതുപോലെ തന്നെ പാറകളും
മരത്തിൻ്റെ കഷ്ണങ്ങളും ഒക്കെയാണെന്നാണ് AKM അഷ്റഫ് അല്പസമയം മുമ്പ് പറഞ്ഞത്. അതിനാൽ തന്നെയാണ് ഈ അവശിഷ്ടങ്ങൾ നീക്കിയാൽ മാത്രമേ ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ലോറി ഇപ്പോഴും ഇതേ ഭാഗത്ത് തന്നെ 4 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തതിൽ 3ഉം 4ഉം സ്പോട്ടുകളിലായിരിക്കാം ലോറി എന്നുള്ള നിഗമനമാണ് ഇപ്പോഴുമുള്ളത്. സോണാർ പരിശോധനയിലും അങ്ങനെയായിരുന്നു, നേരത്തെ ഐബോർഡ് പരിശോധനയിലും അങ്ങനെയായിരുന്നു. അതിനാൽ തന്നെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് 2 ഡൈവിംഗ് സംഘങ്ങളും ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12 തവണ ഡൈവിംഗ് നടത്തി ഈശ്വർ മാൽപേ. നിർണായകമായ സൂചനകൾ കിട്ടിയത് ഇതുമാത്രമാണ്, ലോഹഭാഗങ്ങൾ തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതേ സ്പോട്ടിൽ തന്നെ ലോറി ഉണ്ടെന്നാണ്. പക്ഷേ ലോറിയുടെ അടുത്തേക്ക് എത്തുവാൻ കഴിയുന്നില്ല. ഗംഗാവലി പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരച്ചിലിന് ഡ്രഡ്ജർ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും അപ്ഡേറ്റ് നൽകുവാൻ കഴിയുന്നത്. അത് പാറകളും മരങ്ങളും മാറ്റേണ്ടത് കൊണ്ടാണ് ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗോവയിൽ നിന്ന് എത്തിക്കുവാൻ ചില തടസ്സങ്ങളുണ്ട്. ആ സാങ്കേതിക തടസ്സങ്ങൾ മാറി ഏത് ദിവസം എത്തിക്കാൻ കഴിയുമെന്ന് ഇനി വൈകിട്ടോടുകൂടി ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. കേരള സർക്കാരുമായും കൂടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോറിക്കരികെ എത്തുക എന്നുള്ളത് വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഡൈവിംഗ് സംഘത്തിന് ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ വിസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കാതെ തെരച്ചിൽ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് ജില്ലാ ഭരണകൂടത്തിനും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വൈകിട്ടോടുകൂടി ഒരു യോഗം ചേർന്ന് തീരുമാനം എടുക്കുമെന്നാണ്. ഇത് രാവിലെ കിട്ടിയ ലോഹഭാഗമാണ്. അത് അർജുൻ്റെ ലോറിയുടേതല്ല. കണ്ടെയ്നർ ബന്ധിപ്പിക്കുന്നതിനുള്ള സ്ക്രൂവിൻ്റെ ഭാഗമാണ് കിട്ടിയത്. അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് മനാഫാണ് ലോറിയുടെ ഉടമ. മനാഫ് അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ലോറിയുടമയായ മനാഫ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മനാഫ്, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്? ഡൈവിംഗ് തുടർച്ചയായി നടക്കുന്നുണ്ടല്ലോ, പക്ഷേ ഈ പുരോഗതി ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒന്ന് ഇതിന് ഇനി ആവശ്യമുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഇവർ ഡൈവ് ചെയ്ത ആളുകൾ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അടിയില് ഒരുപാട് മരങ്ങളുണ്ട്. ഹലോ, ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ. ഒരുപാട് മരമുണ്ട്. അതേമാതിരി തന്നെ വലിയൊരു ടവർ ഉണ്ട്. ടവറിന്റെ കഷ്ണങ്ങളുണ്ട്, പീസുകള്. അപ്പൊ അതൊക്കെ ഇനി കരയിലേക്ക് വലിച്ചു കയറ്റേണ്ടി വരും. ഇപ്പൊ ഡൈവ് ചെയ്ത ആളുകൾ പറയണത് ഈ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മല ഇടിയുമ്പോ മലന്റെ മുകളിൽ മൊത്തം കാടയിനല്ലോ മരം. ആ മരങ്ങളൊക്കെ ഇപ്പൊ ഈ പോയിന്റ് ഉള്ളിലുണ്ട്. ഈ മരങ്ങളില് ഇപ്പൊ വല്ല ബോഡിയോ മറ്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കും. അതൊന്നും പുറത്തേക്ക് എടുക്കണമെങ്കിൽ ആദ്യം ആ മരങ്ങൾ ആദ്യം ഇളക്കി മാറ്റണം. അതിന്റെ അടിയിലാവാനാ ചാൻസ് എന്നുള്ളതാണ് ഡൈവേഴ്സിന്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ലോറിയുടേതെന്ന് പോലെയുള്ള ചില ലോഹഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, അത് പക്ഷേ താങ്കൾ പറയുന്നത് ആദ്യം ആ ജാക്കി മാത്രമാണ് അർജുന ലോറിയുടേത് അല്ലേ? അതെ. ബാക്കിയുള്ളത് ഏതാന്നുള്ളത് അറിയില്ല. ഈ ഷാക്കിളൊക്കെ ആരുതാന്നുള്ളത് അറിയില്ല. പുതിയ ഷാക്കിളാണ്, ഉപയോഗിക്കാത്ത ഷാക്കിളാണ്. ചിലപ്പോ ഇനി ഭാരത് ബെൻസ് അങ്ങനെ ഷാക്കിൾ കൊടുക്കുന്നുണ്ടോ അതും അറിയില്ല. ഇനി എന്ത് ചെയ്യണമെന്നാണ് മനാഫ് പറയുന്നത്? ഇല്ല, നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആവശ്യപ്പെടുന്ന ഡൈവേഴ്സ് ആവശ്യപ്പെടുന്നത് ഇനി സാധാ ക്രെയിൻ ഉണ്ടല്ലോ, ആ ക്രെയിന് കൊണ്ടുവന്നിട്ട് ഇവർ റോപ്പ് ഇട്ടിട്ട് ഈ ഡൈവേഴ്സ് റോപ്പ് ഇട്ട് തരാന്നാ പറയുന്നത്. കുറെ മരങ്ങൾ അവിടുന്ന് വലിച്ചു കയറ്റണം എന്നുള്ളതാണ് അഭിപ്രായം. ഒന്ന് അതല്ലാതെ മെയിൻ ആയിട്ട് വേറെ ഒന്നുള്ള ആ മണ്ണുമാന്തി യന്ത്രം, അത് വേറെ. അത് പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. ഡ്രഡ്ജർ അല്ലേ? ഡ്രഡ്ജർ. അത് പക്ഷെ രണ്ടു ദിവസം എടുക്കൂല്ലേ എന്തായാലും? അപ്പോത്തിനേക്കും എന്താ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന്റെ ഉള്ളില് ഈ മരങ്ങളൊക്കെ ഇതിന്ന് വലിച്ചു കയറ്റണം റോപ്പ് ഇട്ടിട്ട്. അവര് ഇതിൽ ക്ലിപ്പ് ചെയ്ത് തരാൻ അവർ തയ്യാറാണല്ലേ? അവർക്ക് ഇപ്പോൾ 20 മിനിറ്റ് സമയം വരെയൊക്കെ 20 മിനിറ്റ് ഒക്കെ അവർക്ക് ആഴങ്ങളിൽ പറ്റുന്നുണ്ട്, മുങ്ങാൻ പറ്റുന്നുണ്ട്. മുങ്ങണയിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് റോപ്പ് വേണം, അതേമാതിരി ക്രെയിന് വേണം. അപ്പൊ ഇത് ഈ കണ്ട കാര്യങ്ങളെല്ലാം വലിച്ച് കരയിലേക്ക് കയറ്റണം, എങ്കിലേ അതിന് കീഴെ ലോറി ഉണ്ടോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇതുവരെ ലോറി കണ്ടു എന്ന് മുങ്ങൽ വിദഗ്ധർ ആരും പറയുന്നില്ല അല്ലേ? ഇല്ല, ഇതുവരെ ആരും പറയുന്നില്ല. ലോറിന്റെ മുന്നേ ഇതില് മണ്ണുണ്ടാവുമല്ലോ, മണ്ണുണ്ട്. ഇവിടെ ചെയ്യാൻ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്.
ഒരു വളരെ ചെറിയ കാര്യങ്ങളാണല്ലോ അന്ന് ചെയ്തിനത്. റോഡ് ക്ലിയർ ചെയ്യാണല്ലോ ചെയ്തത് മെയിനായിട്ട്. റോട്ടുമേലുള്ള മണ്ണ് മാത്രമാണ് എടുത്തത്. പോയിന്റിങ് റോഡിന്റെ ഇടയിലുള്ള മണ്ണുകൾ എടുത്തിട്ടില്ല. അതേമാതിരി ഇപ്പൊ ഈ പുഴയിൽ ഇറങ്ങിയിട്ട് ആ മണ്ണുകളും മണ്ണ് മാന്തി വെച്ചിട്ട് മാന്തി നോക്കണം എവിടാണെന്നുള്ളത്. അന്ന് പക്ഷേ ഒഴുക്ക് ശക്തമായിരുന്നുവല്ലോ. ഇപ്പോൾ പക്ഷെ അങ്ങനെ ഒരു തടസ്സമില്ല. പക്ഷേ യന്ത്ര സൗകര്യം ഇല്ല ഇപ്പോൾ ഇല്ലേ? അതിനെപ്പറ്റി ഇവരെന്താണ് പറയുന്നത് ശരിക്കും? എപ്പോൾ എത്തിക്കാൻ പറ്റും? ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ക്രെയിൻ, റോപ്പ്, ഇതിന്റെ കാര്യമൊക്കെ എന്തെങ്കിലും കളക്ടർ പറയുന്നുണ്ടോ? ഇതിലിപ്പോ MLA സ്വന്തം ചെലവില് ആണ് എടുക്കണതെന്നാണ് MLA പറയുന്നത്. പണം MLA തരാന്നുള്ളതാ പറയുന്നത്. പക്ഷെ ഇത് ആര് ചെലവെടുക്കണം, ആരാ ഇത് കൊണ്ടു തരേണ്ടത് ഒന്നും അറിയില്ല. ഹലോ, അപ്പൊ ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപ്പയും നേവിയുടെ രണ്ടുപേരും മുങ്ങുന്നുണ്ടല്ലോ. അത് പക്ഷേ കാര്യമായിട്ട് ഗുണം ചെയ്യില്ല എന്നാണ് മനാഫ് പറയുന്നത് അല്ലേ? ഇങ്ങനെ മുങ്ങി തപ്പിയിട്ട് കാര്യമില്ല. അതെ, തപ്പിട്ട് കാര്യമില്ലായല്ല, തപ്പണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് മുങ്ങണ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇപ്പൊ ഇതാണ്. ഈ മരങ്ങള് അതിന്റെ ഉള്ളിൽ അവർക്ക് വല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഒരു ടവറുമായിട്ട് ഒരു സാധനം അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഇരുമ്പിന്റെ. അത് ചിന്നിച്ചിതറി പല സ്ഥലത്തായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഉടനെ തന്നെ എടുത്ത് നീക്കണമല്ലോ. ഈ കാര്യങ്ങൾ അവിടെ സജ്ജീകരിക്കണമല്ലോ. കാരണം കാലാവസ്ഥ ഏത് സമയത്ത് വേണമെങ്കിലും മോശമാകാമല്ലോ. അതെ, ഇതിനൊക്കെ സ്പീഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്റെ സ്വന്തം ക്രെയിൻ ഉണ്ട് കാസർഗോഡ്, ഓട്ടാൻ ആളില്ല. ആരുണ്ടെങ്കിൽ അതെടുത്ത് അത് വന്ന് നമുക്ക് അങ്ങനെയും ചെയ്യാലോ. അത് പറഞ്ഞോ? അവിടെ പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ നിങ്ങളോട് പറയാണ്. അവിടെ പുതിയ ക്രെയിൻ ഉണ്ട്, 14 ടണ്ണിന്റെ ക്രെയിനാണ്. തൽക്കാലം ആ ക്രെയിനിൽ ഒരു റോപ്പ് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ഓഹോ, ഇപ്പൊ പക്ഷെ ഡ്രഡ്ജർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ശരി ശരി, അത് ഉടൻ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? അത് ആ ഡ്രഡ്ജർ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും എന്താ പറഞ്ഞാൽ ഡ്രഡ്ജർ മൊത്തം കലക്കും എന്തായാലും. ഈ വെള്ളം ഇത്ര ക്ലിയർ വെള്ളം പിന്നെ ഉണ്ടാവില്ല ഡ്രഡ്ജർ വരുമ്പോ. ഓ, അത് ശരിയാണ്. അപ്പൊ പിന്നെ മുങ്ങുന്നവർക്ക് താഴെ പോയി ഇത് കാണുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വിസിബിലിറ്റി കുറയും അല്ലേ? അത് സ്വാഭാവികമായിട്ടും. പക്ഷെ റിസൾട്ട് ഡ്രഡ്ജറിന്റെ മുകളിൽ വലിയ റിസൾട്ട് തന്നെ കിട്ടും. പക്ഷെ അതിന് മുമ്പേ അത് വരുന്നതിന് മുമ്പേ അർജന്റായിട്ട് നാളെ മുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ക്രെയിന് എടുത്തിട്ട് മരങ്ങൾ ഇങ്ങോട്ട് മേലോട്ട് കയറ്റിയിടുക. പക്ഷെ നാളെ സാധിക്കില്ല എന്നല്ലേ അല്ലേ? നാളെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് അവർ അതിന്റേതായ തിരക്കുകളിലായിരിക്കുമല്ലോ. ഓരല്ലെങ്കിൽ എന്താ ആവശ്യമുള്ളത്, നമുക്ക് ചെയ്യാനല്ലോ. അല്ല, അവര് ഇന്ന് ജില്ലാ കളക്ടർ അങ്ങനെ സഹകരിച്ചില്ലേ അവിടുത്തെ ഈ തെരച്ചിൽ നടത്തുന്നതിനോട്? ഇപ്പൊ വന്ന് കിട്ടുന്നുണ്ട്. DK ശിവകുമാറിന് ചീത്ത പറഞ്ഞിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഇപ്പം വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് കളക്ടർ. അവർക്കായിട്ട് പന്തലൊക്കെ ഇട്ടിക്കണേ. ഇനി ജില്ലയിൽ നിന്നാണ് ജില്ലാ കളക്ടറാണ് തീരുമാനിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നല്ലേ? അവർക്ക് ഇതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ല. ഹലോ, ഇതിപ്പം ഇവരാണ് എന്താ പറയാ, ഡൈവേഴ്സ് എന്താ ആവശ്യപ്പെടുന്നത് അത് എത്തിച്ചു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. ശരി ശരി, ഓരത് ചെയ്യുന്നില്ലെങ്കിൽ എന്റെ സ്വന്തം ക്രെയിൻ കാസർഗോഡിലുണ്ട്. അതാരെങ്കിലും എത്തിച്ചേർന്നാലും അതും കാര്യം ഉണ്ടാവുകയും. ശരി 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 മനാഫ്, എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ ആ പാറകളും അതുപോലെ തന്നെ മരങ്ങളും ഇതെല്ലാം അവിടെ നിന്ന് മാറ്റേണ്ടതാണ് എന്നാണ് മനാഫ് പറയുന്നത്. നേരത്തെ അത് AK അഷ്റഫ് MLAയും പറഞ്ഞിരുന്നു. ഈ തെരച്ചിലിൽ ദുഷ്കരമായിരിക്കുന്നത് ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്ന പാറകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെയാണ്. പക്ഷെ അത് റോപ്പും ക്രെയിനും ഉപയോഗിച്ച് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള തടസ്സം ഇപ്പോൾ ഉണ്ട്. മുങ്ങൽ വിദഗ്ധർ തന്നെ പറയുന്നതാണ് ഇങ്ങനെ തടസ്സമുണ്ട്, അത് നീക്കി തന്നാൽ മാത്രമേ ലോറിയുടെ സമീപത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന്. ഈശ്വർ മാൽപേ 13 തവണ ഡൈവിംഗ് പൂർത്തിയായി അദ്ദേഹം കരയിലേക്ക് വന്നിരിക്കുകയാണ്. മാൽപേ കരയിലെത്തി. അദ്ദേഹം അവിടെ കാർവാർ MLAയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ AKM അഷ്റഫ് MLA ഉണ്ട്. ജില്ലാ കളക്ടറും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വൈകിയാണെങ്കിലും ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈശ്വർ മൽപേ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് കൃത്യമായിട്ട് കുറച്ച് വിവരങ്ങൾ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.